ഇന്ന് നമ്മൾ നിങ്ങൾക്ക് മുന്നിൽ വന്നിരിക്കുന്നത് ഒരു നീരുദോശയുടെ ഒരു സ്ട്രക്ചർ കൊണ്ടാണ്. അപ്പോൾ നമ്മളൊരു പിങ്ക് കളറും വെളുത്ത കളറും മിക്സ് ആയിട്ട് നമ്മൾ നീരുദോശ ഉണ്ടാക്കിയിട്ടുണ്ടെന്ന്. അതിൻ്റെ ഇതൊക്കെ ഞാൻ നിങ്ങൾക്കിപ്പോൾ ഇൻഗ്രീഡിയൻസും ഈ ഉണ്ടാക്കിയ വിധം കാണിച്ചു തരാം. അതിൻ്റെ കൂടെ കോമ്പിനേഷനായിട്ട് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത് ഈ ഉള്ളിച്ചട്നിയാണ്. ഉള്ളിച്ചട്നി തക്കാളിയൊക്കെ ചേർത്ത് ഉണ്ടാക്കിയതാണ്. അതിൻ്റെയും കൂടി ഞങ്ങൾ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇപ്പോൾ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതാണ് ഇന്നത്തെ നമ്മുടെ നല്ലൊരു രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്. നമുക്കിന്ന് ഒരു നീരുദോശ ഉണ്ടാക്കി നോക്കാം കേട്ടോ. അപ്പോൾ അതിലേക്ക് ആദ്യം നമ്മൾ ഇത്തിരി ഒരു 1.5 ഗ്ലാസ് അരി എടുത്തിട്ട് നമ്മൾ കഴുകി കുതിർത്തി എടുത്തതാണത്. അതിലേക്ക് നമുക്ക് കോമ്പിനേഷനായിട്ട് നമുക്ക് ഒരു ഉള്ളി ചട്നിയാണ് ഉണ്ടാക്കുന്നത്. അതിലേക്ക് ഞാനൊരു 3 ഉള്ളിയും എരിവ് നല്ല ഉണ്ടാവണം ഞങ്ങൾക്ക്, അതുകൊണ്ട് ഞങ്ങൾ ഇത്തിരി നമ്മൾ വറ്റൽമുളക് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ചെറിയ 2 വെളുത്തുള്ളി അലി എടുത്തു, കുറച്ച് മുളക് പൊടിയും ഒരു ചെറിയ തക്കാളി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് ഒന്ന് എണ്ണയിൽ വാട്ടിയിട്ട് വേണം നമുക്കൊന്ന് അരച്ചിട്ട് ചട്നി ആക്കാൻ. അപ്പോൾ ആദ്യം നമുക്ക് ചട്നി ഉണ്ടാക്കാം. നമുക്കതിൽ വറ്റൽമുളക് നമ്മൾ ചിരച്ചട്ടിയിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഈ ഉള്ളിയും ഈ 2 അല്ലി വെളുത്തുള്ളി ഉണ്ടല്ലോ, അത് നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. അതൊന്ന് വാടി കിട്ടിയാൽ മതി കേട്ടോ, വറുത്തൊന്നും വേണ്ട. ഇതൊന്ന് വാടട്ടെ കേട്ടോ. ഇത് നമ്മൾ ഉള്ളി ഒന്ന് വാടി വന്നിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് നമ്മൾ ഈ തക്കാളി ഇടുന്നത്, ഇത് ഈ ഉള്ളിയുടെ ചൂടിൽ ഇരുന്നിട്ട് ഇങ്ങനെ ആയാൽ മതി. അതിൻ്റെ അപ്പുറത്തോട്ട് നമ്മൾ ഈ മുളക് പൊടിയും കൂടി ഇടുന്നത്. എന്നിട്ട് നമ്മൾ സ്റ്റൗ ഓഫ് ചെയ്യും, അല്ലെങ്കിൽ മുളക് പൊടി നമുക്ക് കരിഞ്ഞു പോകും. അപ്പോൾ നമ്മൾ സ്റ്റൗ ഒന്ന് ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് ഇളക്കിയിട്ട് ഒന്ന് വരയ്ക്ക് ഒന്ന് ആറാൻ വെക്കണം നമുക്ക് കേട്ടോ. ഒന്ന് ആറിയിട്ട് നമുക്ക് ചട്നി അരയ്ക്കാം. അപ്പോഴേക്കും നമുക്ക് നീരുദോശ ഇത് റെഡിയാക്കാം. ഇത് 2 തരം നീരുദോശ ഉണ്ട്. വെളുത്ത നീരുദോശയും ഒരു പിങ്ക് കളർ നീരുദോശയും ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അത് കുട്ടികളെ പറ്റിക്കാനാണ്. നമുക്ക് ബീറ്റ്റൂട്ടൊക്കെ ഇട്ടിട്ട് ഇത് കളർഫുള്ളാക്കാൻ വേണ്ടി നോക്കുകയാണ്. ബീറ്റ്റൂട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് കുട്ടികൾക്കൊക്കെ ബീറ്റ്റൂട്ട് കഴിക്കുന്നത് നല്ലതല്ലേ, അതിന് വേണ്ടിയിട്ട് ഞാൻ 2 കൂടെ നമുക്ക് അരച്ച് റെഡി ആയിട്ട് വരാം. ഇത് നമ്മൾ വെറും പച്ചരിയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. വെറും പച്ചരി കഴുകിയിട്ട് ഇത് മിക്സിയിലിട്ടോ. ഇത് ആദ്യം അരച്ചിട്ട് കുറച്ച് മാറ്റിയിട്ട് നമ്മൾ പിന്നീട് കളറാക്കാൻ വേണ്ടിയിട്ട് ഈ ബീറ്റ്റൂട്ടും കൂടി ചെറുതായിട്ട് ഇടും. അപ്പോൾ അത് കുട്ടികൾക്ക് നമുക്ക് കാണുകയും ചെയ്യാം, കളർഫുൾ ആവുകയും ചെയ്യും. അതിന് വേണ്ടിയിട്ടാണ്. ഇത് നമ്മൾ പച്ചരി നമ്മൾ അരച്ചെടുത്തതാണ് കേട്ടോ. അത് ആദ്യം കുറച്ച് നമ്മളിങ്ങനെ വെളുത്ത കളറിൽ ഇങ്ങനെ അരച്ചെടുത്തു. അതിൻ്റെ ശേഷം അതിലേക്ക് നമുക്ക് നല്ല വെള്ളം ഒഴിച്ചു കൊടുക്കണേ. കാരണം അതിന് ഭയങ്കര തിന്നായിട്ടേ നമുക്കത് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. നമുക്കങ്ങനെ കയ്യിലോട്ടൊന്നും ഒഴിച്ചുണ്ടാക്കാൻ പറ്റില്ല. അല്ല ടംബ്ലറോ ഗ്ലാസ്സോ എന്തെങ്കിലുമൊക്കെ എടുത്ത് ഉപയോഗിച്ചിട്ടാണ് നമ്മളിത് ദോശയിലേക്ക് എടുത്ത് ഒഴിക്കുന്നത്. ഇതിൽ നമ്മൾ അല്പം ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ബാക്കി നമ്മൾ മിക്സിയിൽ വെച്ചിട്ട് ഇതിൽ ബീറ്റ്റൂട്ട് ചേർത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ കാണിച്ചു വെച്ചില്ലേ ബീറ്റ്റൂട്ട്, അതും ചേർത്തിട്ട് ഇത് നമ്മളിത് ചേർത്തിട്ടുണ്ട്. ഇതിങ്ങനെ ലൂസാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നല്ല ലൂസായിട്ടാണ് ഇത് നമ്മളിതിൽ തവയിൽ ഒഴിച്ചെടുക്കുന്നത്. അപ്പോൾ നമുക്കിങ്ങനെ നെറ്റ് പോലെ ജാലി പോലെ നെറ്റായിട്ട് ഇങ്ങനെ പല പോലെയുള്ള ദോശ കിട്ടുള്ളൂ. അത് കട്ടി കൂടിയാൽ കിട്ടില്ല. അപ്പോൾ അതിൻ്റെ നല്ല സ്ട്രക്ചർ തന്നെ മാറിപ്പോകും കേട്ടോ. അപ്പോൾ നമുക്കത് തവയിൽ ഒഴിക്കാം. നമുക്ക് നമ്മൾ ഈ വെളുത്ത അരച്ച മാവ് ഉണ്ടല്ലോ, അതിൽ നമുക്കൊന്ന് കളർഫുൾ ആക്കണം. ഇതിൽ ശകലം മല്ലിയുടെ ഇലയും കരിവേപ്പിൻ്റെ ഇല പിന്നെ നമ്മൾ ചെറുതായി അരിഞ്ഞു കരിവേപ്പിന്, അല്ല അല്പം ജീരകം ചേർക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ ഇതിനൊന്ന് കളർഫുള്ളാക്കിയതാണത്. നമുക്കൊരു ടംബ്ലറിൽ എന്തെങ്കിലുമൊക്കെ ഒഴിക്കാൻ പറ്റുള്ളൂ കേട്ടോ. കാരണം ഇതിൻ്റെ ജാലി പോലെ വീഴണമെങ്കിൽ നമുക്ക് കയ്യിലൊന്നും ഒഴിക്കാൻ പറ്റുന്നുണ്ട്. ഇങ്ങനെ നമുക്ക് നെറ്റായിട്ട് ഇങ്ങനെ കിട്ടണം. ഇത് നമുക്കൊരു 1-2 മിനിറ്റ് വേവിക്കണം കേട്ടോ. അത് മറ്റേ ദോശ പോലെ പെട്ടെന്ന് എടുക്കാൻ പറ്റില്ല. സ്റ്റവ് കൂട്ടി വെക്കും വേണം. പിന്നെ നമുക്കിത് കുറച്ച് സമയം വേവാൻ കൊടുക്കും വേണം. അതിന് കൂട്ടി വെച്ചിട്ട് തന്നെ നമുക്ക് വേവിക്കണം. പിന്നെ അപ്പോഴതിൻ്റെ ഇതിലുള്ള ശരിയായ ഫോർമേഷനിൽ വരുള്ളൂ. പിന്നെ അതിൻ്റെ താത്തി വെച്ചാലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ആക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേവാനും ഭയങ്കര ബുദ്ധിമുട്ടാണ്, ഇളകുമില്ല നമുക്ക്. അപ്പോൾ അതിനൊരു 3 മിനിറ്റോ 4 മിനിറ്റോ നമുക്ക് വേവിക്കാൻ വെക്കാം കേട്ടോ. ഇതിപ്പോൾ നമുക്ക് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അതൊക്കെ സൈഡൊക്കെ വിട്ട് വന്നിട്ടുണ്ട്. അങ്ങനെ സൈഡ് എന്തൊക്കെ ഇതിങ്ങനെ വിട്ട് വരും നമുക്ക്. അത് കഴിഞ്ഞിട്ട് നമുക്കിത് ഇങ്ങനെ ഫുള്ളായിട്ട് എടുക്കാം. ഇത് നമുക്കിങ്ങനെ ഇങ്ങനെ ആക്കിയിട്ട് എടുക്കാം. നമുക്ക് കണ്ടോ, നല്ല മരിച്ചിട്ട് നല്ല പാകമാണ്. ഇങ്ങനെ ഇതാണ് ഇതിൻ്റെ മടക്കിൻ്റെ ഒരു സ്ട്രക്ചറിൻ്റെ ഇതിൻ്റെ ഒരു കണക്ക് ഇതാണ് വരുന്നത്. ഇനി നമുക്ക് ഈ പിങ്ക് കളറുള്ള അതൊരു മാവും കൂടി നമുക്കൊന്ന് ഒഴിച്ചിട്ട് അതിൻ്റെ കൂടി സ്ട്രക്ചർ കാണിക്കാം കേട്ടോ. നല്ലോണം എണ്ണയൊക്കെ തേച്ച് കൊടുത്തിട്ട് വേണം നമുക്കത് ഒഴിക്കാൻ. നമ്മളിനി പിങ്ക് കളർ ദോശയാണ് അതിൽ ഒഴിച്ച് കൊടുക്കുന്നത് കേട്ടോ.
എവിടെയൊക്കെയാണോ നമുക്ക് നിറയ്ക്കാനുള്ളത് അവിടെ നിന്ന് കുറേശ്ശെ ഇട്ട് നിറച്ച് വെക്കാം. ഇതിന് നമുക്ക് 2-3 മിനിറ്റ് നമുക്ക് വേവിക്കാം. അങ്ങനെ ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് അത് തനിയെ ഇളകി വരും. അപ്പോൾ നമുക്കത് എടുക്കാം നമുക്ക് കേട്ടോ. നമ്മൾ ഈ ദോശ നമുക്ക് റെഡി ആയിട്ടുണ്ട് കേട്ടോ. നീ ദോശ ഇത് തവ അങ്ങനെ വിട്ട് വന്ന് നിൽക്കുന്നുണ്ട് നമുക്ക്. ഇത് നമുക്ക് ഇതേപോലെ ഒന്ന് മടക്കിയെടുക്കാം. നമുക്ക് ഒരെണ്ണം കൂടിയൊക്കെ ഒഴിച്ച് നോക്കാം കേട്ടോ. നല്ല എണ്ണ എല്ലാ ഭാഗത്തും പുരട്ടി കൊടുക്കണം. ഇതൊക്കെ നമ്മൾ അയൽവാസികളുണ്ട്, മറാഠികളൊക്കെ കേട്ടോ. നമ്മളിത് ബാംഗ്ലൂരിയൻസിൻ്റെ അടുത്തൊക്കെ അപ്പുറത്തുണ്ടായിരുന്ന അവരുടെ അടുത്ത് പഠിച്ചെടുത്താണ് പണ്ടൊക്കെ. നമ്മൾ അയൽവാസികളൊക്കെ ഇത് ചുട്ടു തരാൻ വേണ്ടി സൺഡേ ദിവസമൊക്കെ വന്നിട്ട് നമ്മളോടൊക്കെ പറയും. പിന്നെ ഓഫീസിലൊക്കെ ഇവർക്കൊക്കെ ഇതൊക്കെ ചുട്ടുകൊണ്ട് കൊടുക്കണം നമുക്ക് ഇത് ദോശയൊക്കെ. ഇതിപ്പോൾ നമുക്ക് നല്ല പണിയൊക്കെ തന്നെയാണ് ഇതൊക്കെ. എന്നാലും ഇഷ്ടമാണ് നമുക്കിങ്ങനെ കുക്കിംഗ് അല്ലേ അറിയാത്തവർക്ക്. അപ്പോൾ അതൊന്ന് വേവാൻ നമുക്ക് വെക്കാം. ഇതിനും വേണം 3-4 മിനിറ്റ് നമുക്ക് വേവാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് എല്ലാവരെയും ഇവർക്കൊക്കെ വേണ്ടിയിട്ട് ഇന്ന് എല്ലാവർക്കും വേണ്ടി ചുടുന്നുണ്ട്. അയൽവാസികൾക്കൊക്കെ വേണ്ടിയിട്ട് ഉണ്ടാക്കുന്നുണ്ട് നമ്മൾ കേട്ടോ. ഇതും ഉള്ളിച്ചട്നിയാണെന്ന്. ഇത് നമുക്ക് ഇതിൻ്റെ കൂടെയൊക്കെ കഴിക്കാം കേട്ടോ. നമുക്ക് കടലക്കറി, ശരിക്കും നോൺ വെജിൻ്റെ കൂടെയാണ് ചിക്കൻ കറി, ഇതിൻ്റെ ഒരു സ്റ്റൂ അതിൻ്റെ കൂടി നമുക്ക് കഴിക്കാവുന്നതാണ് ഇതൊക്കെ. പക്ഷേ ഞങ്ങൾ രാവിലെ ഉണ്ടാക്കുമ്പോൾ ഉള്ളിച്ചട്നിയുടെ കൂടെ കഴിക്കുന്നുണ്ടെന്ന് മാത്രം. ഈ അവർക്ക് കൊടുക്കാൻ നേരത്തേക്ക് നമുക്ക് നല്ല ചിക്കൻ കറി എന്തെങ്കിലുമൊക്കെ റെഡി ആക്കിയിട്ട് വേണം അവർക്കത് കൊടുക്കാൻ. അടുത്തൊരു ഗർഭിണി ഉണ്ട്, നമുക്ക് അവർക്ക് കൊടുക്കണം. ഇത് നമുക്ക് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അതായത് തവയിൽ നിന്നൊക്കെ ഇതാ വിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെയും കൂടി നമുക്കൊരു കളർഫുൾ അറേഞ്ച്മെൻറ്റിലോട്ട് വെക്കാം കേട്ടോ. നല്ല ഒരു വെള്ള ദോശയും ഒരു പിങ്ക് ദോശയും. ഇത് നമുക്ക് ചട്നിയുടെ കൂടെ നമുക്കൊന്ന് സെർവ് ചെയ്യാം. അപ്പോൾ കാണിക്കാം കേട്ടോ. നമ്മൾ അന്ന് നേരത്തെ വഴറ്റി വെച്ചില്ലേ ഉള്ളി, അത് നമ്മൾ മിക്സിയിലെടുത്ത് അടിച്ചിട്ട് നല്ല തിക്ക് ചട്നിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. മുളക് പൊടിയും തക്കാളി ഉള്ളിയിട്ട് വഴറ്റി വെച്ച സാധനമല്ലേ? നമ്മൾ ഉള്ളിയും ഒരു വെളുത്തുള്ളിയും ഒരു തക്കാളി കഷ്ണവും അധികം പുളി ചേർത്തിട്ട്, എന്നാൽ അത്യാവശ്യം ഇതിൽ പുളിയില്ലാത്ത ദോശ ആയതുകൊണ്ട് ശകലം പുളി നമുക്ക് ഇതിന് കൂടെ ചേരും. അപ്പോൾ അതിന് നല്ലൊരു ടേസ്റ്റായിട്ട് വരും. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇത് നിങ്ങളൊക്കെ ഒന്ന് എല്ലാവർക്കും ചട്നി നല്ല ടേസ്റ്റാണ്. തക്കാളിയും മുളക് പൊടിയും വെളുത്തുള്ളിക്ക് നല്ല ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ എല്ലാവരും ഷെയറൊക്കെ ചെയ്തിട്ട് എല്ലാവർക്കും നമുക്ക് പരിചയപ്പെടുത്തുകയൊക്കെ വേണം.